പ്രിയപ്പെട്ടവരെ, ലൂക്കാസ് സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിൽ യേശു പറയുന്ന 3 ഉപമകളാണുള്ളത്. ഒന്ന്, കാണാതായ ആടിനെ കണ്ടുകിട്ടുമ്പോൾ അന്വേഷിക്കുകയും കണ്ടുകിട്ടുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാട്ടിടയൻ്റെ കാരുണ്യത്തിൻ്റെ ഉപമ. മറ്റൊന്ന്, തനിക്കുണ്ടായിരുന്ന 10 നാണയങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ കണ്ടെടുക്കുവോളം വീട് മുഴുവൻ അരിച്ചു പിറക്കി അത് കണ്ടെത്തുന്ന ഒരു സ്ത്രീയുടെ ഉത്സാഹവും ഉത്തരവാദിത്വവും. മൂന്നാമത്തേതൊരു പിതാവിൻ്റേതാണ്. തന്നെ ഉപേക്ഷിച്ചു പോയ ധൂർത്തപുത്രൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നതിലുള്ള ആനന്ദം പങ്കിടുന്ന ആ പിതൃസ്നേഹത്തിൻ്റെ ആഘോഷം. ഈ 3 ഉപമകളിൽ കാണാതായ നാണയത്തിൻ്റെ ഉപമ എന്ന ഭാഗമാണ് നാം ഇവിടെ വിചിന്തനം ചെയ്യുന്ന ഇന്നത്തെ ചിന്താവചനം. വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീടടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? അത് കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, എന്നോടുകൂടി സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കുന്നു. യേശു ഈ ഉപമ പറഞ്ഞത് ദൈവത്തിനും സ്വർഗത്തിനുമെതിരെ ജീവിച്ച ഒരു പാപി മനസ്സാന്തരപ്പെട്ട് അനുദപിച്ച് തിരിച്ചു വരുമ്പോൾ സ്വർഗത്തിന് അവനെ ലഭിക്കുമ്പോൾ ദൈവം എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ്. യേശുക്രിസ്തുവിലൂടെയാണ് ദൈവിക സന്തോഷത്തിലേക്കും അവനോടൊന്നിച്ചുള്ള സ്വർഗീയ വാസത്തിലേക്കുമുള്ള ക്ഷണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നാം അത് സ്വീകരിക്കുമ്പോൾ ദൈവം എത്രമാത്രം ആനന്ദിക്കുന്നുണ്ട്. സമാന്തര സുവിശേഷങ്ങളിൽ യേശു ഏതാണ്ട് 40ഓളം ഉപമകൾ പറയുന്നുണ്ട്. അതിൽ 33-ാമത്തെ ഉപമയാണ് കാണാതായ നാണയത്തിൻ്റെ ഉപമ. ഈ ഉപമകൾ മനസ്സിലാക്കണമെങ്കിൽ യേശുവിൻ്റെ കാലത്തെ യഹൂദരുടെ ഗോത്ര സംസ്കൃതിയും പാരമ്പര്യങ്ങളും ചരിത്ര പശ്ചാത്തലങ്ങളും കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം. ഈ ഉപമയിലെ സ്ത്രീ കാണാതായ തൻ്റെ ഒരു നാണയം വിളക്ക് കൊളുത്തി വീടടിച്ചു വാരി ഉത്സാഹത്തോടെ അന്വേഷിക്കുന്നു. അത്രയ്ക്ക് വിലപ്പെട്ടതാണോ ഈ കാണാതായ ഈ കൊച്ചു നാണയം? ഒരുപക്ഷെ അതൊരു ദ്രാത്മയുടെ 10-ലൊന്നോ ഒരു ധനാറയുടെ 10-ലൊന്നോ ആയിരിക്കും. അത് കണ്ടുകിട്ടുമ്പോൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി അവരുടെ സന്തോഷം അറിയിക്കുന്നു. എന്താണ് ഈ നാണയത്തിന് ഇത്രയും പ്രത്യേകത? മാത്രമല്ല, സുവിശേഷൻ ആദ്യമേ പറയുന്നു, ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ അന്വേഷിക്കാത്തത്? അപ്പോൾ 10 നാണയം കയ്യിലുള്ള ഒരു സ്ത്രീ പ്രത്യേകതയുള്ള ഒരു സ്ത്രീയാണെന്നും അതിലൊന്ന് നഷ്ടമായാൽ എല്ലാം നഷ്ടമായതിന് തുല്യമാണെന്നും നാം മനസ്സിലാക്കണം. എന്താണ് ഈ 10 നാണയങ്ങൾ? 10 നാണയങ്ങൾ സൂക്ഷിക്കുന്ന സ്ത്രീകൾ ആരാണ്? പ്രിയപ്പെട്ടവരെ, ഈ എപ്പിസോഡിൻ്റെ 3 മിനിറ്റ് സമയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ, അതായത് അടുത്ത ഞായറാഴ്ച, നമുക്ക് ഈ ഉപമ പൂർത്തീകരിക്കാം. പ്രാർത്ഥിക്കുക. ഈശോയെ, 1 പത്രോസ് 1-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ സുവിശേഷകർ അറിയിച്ച ഇക്കാര്യങ്ങളിലേക്ക് എത്തി നോക്കാൻ ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിൻ്റെ വചനങ്ങൾ കേൾക്കാൻ ഞങ്ങൾ എത്രമാത്രം ദാഹത്തോടെ അന്വേഷിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.